നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല എല്ലാ സൃഷ്ടികൾക്കും വ്യത്യസ്തങ്ങളാണ്. ഓരോ സ്പീഷീസിനനുസരിച്ചും, അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ജീവനുള്ളതെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ വരണ്ട, അങ്ങനെ വേണ്ട. ഓരോ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ ജീവനുണ്ടെന്ന് പറയുന്നതിനും ജീവനില്ല എന്ന് പറയുന്നതിനും ഒരു വ്യത്യാസവും ഇല്ലാതെ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയുണ്ടോ? അനന്താനന്ത കോടി സൃഷ്ടികളാണുള്ളത്, വെറൈറ്റികൾ. അപ്പൊ അതിൽ എല്ലാത്തിനും പ്രത്യേകം അതതിൻ്റെതായിട്ടുള്ള ആ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടാണ്, ആ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ ആ കോമ്പിനേഷൻ ഏതൊക്കെ ചേർന്നാണ് ഒരു സൃഷ്ടി. ഒരു സിംഗുലാരിറ്റിക്ക് സൃഷ്ടിയാകാൻ പറ്റുകയില്ല. നമ്മളതിനെ സിംഗിളായിട്ട് കാണുന്നു, ഒരു വ്യക്തിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാലും അത് ഒരു കൂട്ടായ്മയായിരിക്കും. സൃഷ്ടിയാകണമെങ്കിൽ എന്താണ്? സൃഷ്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടിയാകണത്. അതുകൊണ്ട് തന്നെ അത് പലതും ചേർന്നാണ് ഒരു സംഘാതം ആകുമ്പോഴാണ് സൃഷ്ടിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കോമ്പിനേഷന്റെ ആ വ്യത്യസ്തതകൾ അനുസരിച്ച് അതിൻ്റെ സമയം എന്നുള്ള കൺസെപ്റ്റും വ്യത്യാസം വരും. അത് നമുക്ക് മനസ്സിലാക്കാൻ ഇത്ര അനന്താനന്ത കോടി സൃഷ്ടികളെ ഒന്ന് നോക്കിയാൽ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം നമ്മുടെ അനുഭവത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞ ക്ലാസ്സിൽ സുഖാനുഭവം ഉണ്ടാകുമ്പോൾ സമയം പെട്ടെന്ന് പോയല്ലോ ഇത്രയാണ്. പക്ഷെ നമുക്ക് വളരെ വളരെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയം അങ്ങ് പോകുന്നില്ലല്ലോ ഈശ്വര. വെറും ഒരു പല്ലുവേദന വന്നാൽ പോലും അങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ വികാരങ്ങൾക്കനുസരിച്ച് സമയത്തിന്റെ ദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് ഓരോ സൃഷ്ടികൾക്കും പ്രത്യേകം അനുഭവിക്കേണ്ടതായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതത് സൃഷ്ടികൾ തങ്ങളുടെ മാനസികാവസ്ഥയ്ക്കനുസൃതമായിട്ട് നമ്മളുടെ പുറമേ നടക്കുന്ന ആ ചലനങ്ങൾ വാസ്തവത്തിൽ എങ്ങനെയാണ്? ആ ചലനങ്ങളായിട്ട് അനുഭവിക്കുന്നത് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഇന്നഫിഷ്യൻസി കൊണ്ടാണ്. വാസ്തവത്തിൽ അതെന്താണ്? അവിടെ ചലിക്കുന്നില്ല. ചലിക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ ചലിക്കുന്നതായിട്ട് കാണുന്നത് ആ സ്ട്രക്ചറൽ ഡിഫറൻസ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴുള്ള. എങ്ങനെ റീഡ് ചെയ്യുമ്പോൾ? കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് റീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇന്നഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഒരു കുറേ സ്റ്റില്ലായിട്ടുള്ള ചിത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് കൃത്യമായിട്ട് മാറ്റുമ്പോൾ, മാറി വരുമ്പോൾ അവിടെ ഇതൊരു ചലച്ചിത്രമായിട്ട് കാണുന്നത് എന്ന് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അത് നമ്മൾ തെളിയിച്ചു. ഒരേ സ്ഥലത്ത് ചിത്രങ്ങൾ മാറി വരികയാണ്. 10 സെക്കൻഡ് ഒരു സെക്കൻഡിനുള്ളിൽ 32 ചിത്രങ്ങൾ മാറുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്തത് കൊണ്ടാണ്. ഒരേ സ്ഥലത്ത് ആണ് നമ്മൾ ആ ഫിലിം കാണുന്നത്. പക്ഷേ ആ ഫിലിമിലുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കുറേ നിശ്ചല ചിത്രങ്ങളെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കാണേണ്ടതായിട്ടുള്ളൊരവസരം വരുമ്പോൾ അത് ചലച്ചിത്രമായിട്ട് കാണുന്നത് നമ്മളുടെ കണ്ണിന്റെ ഇൻഎഫിഷ്യൻസി, കഴിവില്ലായ്മ. അതിന് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞത് തന്നെ വീണ്ടും ഇതാലോ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മളുടെ ഇവിടെ ഒരു ജീവിതം ആകുന്ന ഒരു ചലച്ചിത്രം അനുഭവിക്കുന്നത് തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയും
എങ്ങനെയുള്ള ഇന്ദ്രിയങ്ങള്? ബാഹ്യേന്ദ്രിയങ്ങളുടെയും ആന്തരിന്ദ്രിയങ്ങളുടെയും കഴിവില്ലായ്മ കൊണ്ടാണ്. ബാഹ്യേന്ദ്രിയങ്ങൾ 5, ആന്തരിന്ദ്രിയങ്ങൾ അതിന് പ്രോസസ്സ് ചെയ്യാനുള്ള അതിന്റെ ഇന്നർ സൈഡാണ് ആന്തരിന്ദ്രിയങ്ങൾ. അതിന് നമ്മൾ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളൊക്കെ ആയിട്ട് അതിനെ വീണ്ടും നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നു. ആദ്യം കളക്ഷൻ, പിന്നെ പ്രോസസ്സിങ്. ആ പ്രോസസ്സിങ് തന്നെ പല വിധത്തിലുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വേണ്ടതിനെ എടുക്കുകയും വേണ്ടാത്തതിനെ തള്ളുകയും പിന്നെ അതിനെ നമ്മളുടെ ആ പൂർവാർജിതമായിട്ടുള്ള ആ അറിവുകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരം ഇതെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം എന്നുള്ള ഒരു ചലച്ചിത്രം ഇവിടെ നമുക്ക് അത് 3D ആണ്. 3D മാത്രമല്ല, നമ്മൾ സിനിമ സാധാരണ കാണുന്ന 2D ആണ്. അത് കുട്ടിച്ചാത്തൻ പോലുള്ള സിനിമകൾ 3Dയിൽ കണ്ടിട്ടുണ്ട്. ഇത് 3Dയുമല്ല, ഇത് നമുക്ക് മറ്റേ എത്ര ഡയമെൻഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനില്ല. എന്നായാലും ഈ 3D അല്ല, 4D ആണ് സംഭവം. ഇവിടെ പല 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 വികാരങ്ങൾ വരുമ്പോൾ ആ വികാരങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട്. എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സങ്കടത്തിന് തന്നെ അതിന്റെ എത്ര എന്ന് അളക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ നിലവിലുള്ള ഒരു മാനദണ്ഡം വെച്ചും ഇത്ര സങ്കടം ഉണ്ട് എന്ന് അളക്കാൻ പറ്റില്ല. മനസ്സിലാണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖം തോന്നുന്നുണ്ട്, ഒന്നും അളക്കാൻ പറ്റില്ല. പക്ഷെ അളക്കാതെ സുഖം കൂടുതലും കുറവും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ദുഃഖം കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് അളക്കാതെ പറ്റില്ല. അപ്പം നമ്മളുടെ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അളവുകോലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ലെങ്കിലും ഉള്ളിൽ അതിന് അളക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം നമുക്ക് അളക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫിസിക്കലായിട്ട് അളക്കാൻ പറ്റുന്നില്ല എന്നാണ്. അതിൻ്റെ പരിമിതി ഉണ്ടാകും. പക്ഷേ സ്പിരിച്വലായിട്ട് ഇതെല്ലാം നടക്കും. മനസ്സിലുണ്ടോ? അപ്പോൾ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിങ്ങിൽ ഇതിനുള്ള എല്ലാ ടൂൾസും ഉണ്ട്, എല്ലാ യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈമിനെ നമുക്ക് പ്രോസസ്സിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏത് ടൈമാണ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ച് ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്യുന്ന സാധനം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുന്ന് കേൾക്കാൻ പറ്റും, കാണാനും പറ്റും. എന്താ കാര്യം? അത് ഇവിടെ വന്ന് സൗണ്ടായിട്ട് ചെല്ലുന്നത് സൗണ്ടായിട്ടും ലൈറ്റായിട്ട് പോകുന്നത് ലൈറ്റായിട്ടും ഒക്കെ മാത്രം പോവുകയല്ല ചെയ്യണത്. ഇത് ഈ മൊബൈലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അതിനകത്ത് നടക്കുന്ന പ്രോസസ്സിങ് എന്താണ്? ഇതിന് എല്ലാം ഈ സൗണ്ട് പിക്ചർ എന്നുള്ളതിൽ നിന്നൊക്കെ മാറ്റി ഇതിന് സൗണ്ടും ഇല്ല, പിക്ചറും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ പ്രത്യേക തരത്തിലുള്ള തരംഗങ്ങൾ മാത്രമായിട്ട് മാറ്റിയിട്ട് ആ തരംഗങ്ങളാണ് പോകുന്നത്. എന്നിട്ടോ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുമ്പോൾ അത് വീണ്ടും അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. എന്നിട്ട് അതിനെ വീണ്ടും ഇന്ന ഫ്രീക്വൻസിയിൽ വരുന്നത് സൗണ്ടായിട്ടും ഇന്ന ഫ്രീക്വൻസിയിൽ വരുന്നത് ലൈറ്റായിട്ടും ഇങ്ങനെയുള്ള കളർ ഡിഫറൻസ് വളരെ 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 വ്യത്യസ്തങ്ങളായിട്ടുള്ള തരംഗങ്ങളായിട്ട് മാത്രം ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ആ റിസീവിംഗ് എൻഡിൽ അതിനെ ഈ തരംഗങ്ങളെ റിസീവ് ചെയ്തിട്ട് എന്താണോ നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായിട്ട് വീണ്ടും കൺവെർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ അതുപോലെ തന്നെ കാണുന്നത്. പക്ഷേ ഓൺ ദി വേ എന്നുവെച്ചാൽ എൻ്റെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ 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 മാറ്റങ്ങൾ ഈ ഫിഗറിനും സൗണ്ടിനും അതിനകത്തുള്ള കളർ വേരിയേഷൻസും സൗണ്ടിന്റെ ആ വേരിയേഷൻസും ഇതൊക്കെ മാറിപ്പോയിരുന്നു. അതൊന്നുമല്ല സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൗണ്ടാണ് സഞ്ചരിക്കുന്നത്, ലൈറ്റാണ് സഞ്ചരിക്കുന്നത്. ലൈറ്റ് സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഫിഗർ കാണുന്നത്, സൗണ്ട് സഞ്ചരിക്കുമ്പോഴാണ് എന്ത് കാണുന്നത്? നമ്മൾ കേൾക്കുന്നത്. അപ്പം
ഇതിന്റെ രണ്ടിന്റെ സ്പീഡ് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഒരു പുഴ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഉദാഹരണം നമ്മൾ ജീവിതത്തിൽ തന്നെ കാണുന്നുണ്ട്. ഒരു പാടത്തിന്റെ അപ്പുറത്ത് ഉള്ള വീട്ടില് ഒരാള് തുണിയിലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കല്ലില് അടിക്കുന്ന അതൊച്ച നമ്മളിവിടെ കേൾക്കുന്നത് കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ അതിന്റെ ഇടയ്ക്ക് ഒരു വലിയ പാടം ഉണ്ട്, നമുക്ക് കാണാം നേരിട്ട് ആളിനെ. പക്ഷെ സൗണ്ട് പതുക്കെ വരുമ്പോഴത്തേക്കും ഇത് സിങ്ക്രണൈസ് ചെയ്യാതെ വരും. തുണി നേരെ ആ കല്ലിൽ അടിച്ചു കഴിഞ്ഞ് പൊക്കത്തിൽ ചെല്ലുമ്പോഴാണ് സൗണ്ട് ഇവിടെ എത്തുന്നത്. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ സൗണ്ടും ലൈറ്റും ഒക്കെ ഇവിടുന്ന് ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ അത് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ആക്ഷനും എൻ്റെ ലിപ് മൂവ്മെന്റും ഒക്കെ വ്യത്യാസമായിരിക്കും. അത് നമുക്ക് കണ്ടുകൊണ്ട് കേൾക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇവിടെ ഇതിനെല്ലാം സൗണ്ടിനെ സൗണ്ടായിട്ടോ ലൈറ്റിനെ ലൈറ്റായിട്ടോ ഒന്നുമല്ല ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രോസസ് ചെയ്ത് ഇതെല്ലാം സോർട്ട് ചെയ്ത് ഓരോ കളർ വേരിയേഷൻസ് എങ്ങനെയാണോ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അതനുസരിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോസസ്സിങ് നടത്തി സൗണ്ടിനും ലൈറ്റിനും എല്ലാത്തിനും വ്യത്യാസം വരുത്തി അങ്ങ് ഒരേ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് എന്ത് പേര് കൊടുത്താലും പേരിൽ കാര്യമില്ല, അതങ്ങനെ വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ റിസീവ് ചെയ്തിട്ട് ഇതേ പ്രോസസ്സിങ് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് അവിടെ ഈ സാധനം റിസീവ് ചെയ്തിട്ട് ഈ വേവ്സിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വീണ്ടും കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഞാൻ ഇവിടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന അതേ സംവിധാനത്തിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അവിടെ പുനർജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെയും വേറെ പല സ്ഥലത്തുമൊക്കെ ആയിട്ട് ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നു, വർത്താനം പറയുന്നു. അത് നമ്മളൊരു ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ചോദ്യം എവിടെ ഇരുന്നു ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റുന്നു. ഇതുപോലുള്ള ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ, ഇതിപ്പോ 2D ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് തന്നെ അല്ലേ എന്ന് വിചാരിക്കുന്നു. 3Dയും അതല്ല, അതിന്റെ വികാരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം കൂടെ 4D ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോ ഇതിൽ ഒറിജിനൽ ഏതാണ് എന്ന് പറയാൻ പറ്റാതെ വരും. എവിടെ ഇരിക്കുന്ന ആളാണ് ഒറിജിനൽ എന്ന് പറയാൻ പറ്റാതെ വരും. ശരിക്കും സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഫിഗർ ഈ ഒരു പ്രതലത്തിൽ കാണുന്നത് പോലെയല്ല, അവിടെ പൂർണ്ണമായിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് കാണുമ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന് പറയാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മളുടെ ബ്രെയിനിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളുടെ ചിന്താ പദ്ധതികൾ നമ്മൾ വളരെ ഗ്രാജുവലായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് വരുന്ന വിധത്തിൽ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് എത്തി പോകുന്നത്. ഇതൊക്കെ വളരെ 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 ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഋഷിമാര് കണ്ടെത്തിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ സിംബോളിക്കായിട്ട് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കഥാരൂപത്തിൽ അതിന് പല തലങ്ങളിലുള്ള അർത്ഥതലങ്ങൾ വരത്തക്ക വിധത്തിൽ അർത്ഥമില്ലാതെ ആസ്വാദനവും, കുഞ്ഞുങ്ങൾക്ക് അർത്ഥങ്ങളൊന്നും നോക്കണ്ട, വെറും ആസ്വാദനം. അത് കഴിഞ്ഞ് കുറേശ്ശെ കാര്യങ്ങൾ സാംസ്കാരികം, അത് കഴിഞ്ഞ് ശാസ്ത്രീയം, ഇങ്ങനെ ഒരേ കഥയ്ക്ക് അതിനെ ആസ്വാദനം, ഫലിതം, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് അതിനെ സാംസ്കാരികം, അതിനെ പിന്നെ ശാസ്ത്രീയം, ഇങ്ങനെ ഓരോ നമ്മളുടെ വളർച്ചയ്ക്കനുസരിച്ച് കളിക്കേണ്ട പ്രായത്തിൽ കളി, അത് കഴിഞ്ഞ് കുറച്ചുകൂടി പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് ചിന്തിക്കേണ്ട പ്രായത്തിൽ ചിന്തിക്കുന്നു, അനലൈസ് ചെയ്യാൻ റിസർച്ച് ചെയ്യേണ്ട സമയത്ത് റിസർച്ച് ചെയ്യും. ഇതിനെല്ലാം പറ്റിയ വിധത്തിൽ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഭാരതീയ ശാസ്ത്രീയ വിചാരധാര, ശാസ്ത്ര പൈതൃകം നമുക്ക് വേണ്ടിയിട്ട് ഈ പൗരാണിക ഗ്രന്ഥങ്ങളിലൂടെ വളരെ സിമ്പിൾ എന്ന് പറയും, വളരെ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വളരെ റിസർച്ച് ഗഹനമായിട്ടുള്ള റിസർച്ച് നടത്തുന്നവർക്ക് വരെ അവരവരുടേതായിട്ടുള്ള ആ തോത് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ പറ്റിയ വിധത്തിൽ
കഥാപാത്രങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ശരിക്കും അറിയാൻ പാടില്ലാതെ വ്യാഖ്യാനിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള എടുക്കേണ്ട സിമ്പിൾസ് എന്നും ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്നും അറിയാൻ പാടില്ലാത്ത വിധത്തിൽ അല്പജ്ഞാനികൾ അപകടകാരികൾ എന്ന് പറയുന്നത് പോലെ പാണ്ഡിത്യം മാത്രം വെച്ചുകൊണ്ട് ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ നമ്മളുടെ ഭാരതീയ ശാസ്ത്ര പൈതൃകത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സംജ്ഞകൾ അതെല്ലാം വളരെ ഗഹനങ്ങൾ. അതുകൊണ്ട് നമുക്ക് പലതിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ കുറവേ ഉള്ളൂ. അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വളരെ കുറവാണെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത് അത് മന്ദബുദ്ധികളായിട്ടുള്ള പണ്ഡിതർ വ്യാഖ്യാനം ചെയ്തു. എല്ലാ പണ്ഡിതരും എന്നല്ല, മന്ദബുദ്ധികളായ പണ്ഡിതർ അതിനെ തോന്നും വിധം വ്യാഖ്യാനം നടത്തിയിട്ട്, യുക്തിവാദികളെന്നൊക്കെ പറയുന്നവർ അത് യുക്തിയില്ലാത്ത വാദങ്ങൾ നടത്തി ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. ശരിയായിട്ട് വ്യാഖ്യാനിച്ചാൽ നമുക്ക് അനർഘങ്ങളായിട്ട് നിധി കുംഭങ്ങളാണ് ഓരോ സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നു. അതിനെ നമുക്ക് ചിലതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.